കാലാവസ്ഥാ വ്യതിയാനവും കീടബാധയും ഹൈറേഞ്ചിലെ പാവൽ കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കാർഷിക രംഗത്ത് ഹൈറേഞ്ചിൽ ഏറ്റവും അധികം കർഷകർ ആശ്രയിക്കുന്ന പ്രധാന ഇനങ്ങളിൽ ഒന്നാണ് പാവൽ കൃഷി. രാസവളങ്ങളുടെ വിലവർധനവും ഉൽപ്പന്നത്തിന്റെ വില തകർച്ചയും കടക്കെണിയിലേക്ക് നയിക്കുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. പരിമിതമായ ഭൂമിയുള്ളവർ മുതൽ വലിയ തോതിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരുൾപ്പെടെ ഹൈറേഞ്ചിലെ വലിയൊരു വിഭാഗം കർഷകരാണ് പാവൽ കൃഷിയെ ഉപജീവനമാക്കിയിട്ടുള്ളത്. എന്നാൽ അടുത്തിടെയുണ്ടായ വിലത്തകർച്ചയും കീടബാധയും പാവൽ കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. പാവയ്ക്ക ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ തന്നെ ആളില്ലാത്തൊരു അവസ്ഥയിലായി. കൃഷികളൊക്കെ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നേക്കുവാണ്. ഉൽപ്പാദനം കൂടിയതോടുകൂടി വില 45 രൂപ 50 രൂപ എന്നുള്ള പാവല വില നേരെ 15 രൂപയിലേക്ക് താന്നിരിക്കുകയാണ്. പാവയ്ക്ക കൊണ്ടുപോകാൻ ആളില്ല. വളത്തിനും മരുന്നിനും എല്ലാം ഭയങ്കര വിലയാണ്. ഒന്നും ചെയ്ത് നമുക്ക് മുതലാകത്തില്ല. കൃഷി നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എല്ലാവരും തന്നെ വന്നൊരു അവസ്ഥയാണ്. മുൻകാലങ്ങളിൽ ജില്ലയിൽ എല്ലാ മേഖലയിലും പാവൽ കൃഷി ഉണ്ടായിരുന്നെങ്കിലും കോവിഡ് രൂക്ഷമായ സമയത്ത് കർഷകർ ഈ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ പ്രതിസന്ധികൾ വിട്ടൊഴിഞ്ഞതോടെ കർഷകർ പഴം പച്ചക്കറി കൃഷിരംഗത്ത് വീണ്ടും സജീവമായി. ഡിസംബർ ആദ്യവാരം വരെ ഹൈറേഞ്ചിൽ ഇടവിട്ട് മഴ പെയ്തതുമൂലം പലയിടത്തും പാവൽ ചെടികൾക്ക് രോഗബാധയുമുണ്ടായി. സർക്കാരിൽ നിന്ന് അനുവദിച്ച സഹായം പോലും കിട്ടുന്നില്ല. കൃഷിക്കാർക്ക് കൃഷിഭവനിൽ നിന്ന് എന്തോ പൈസ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഒരു 5-6 പേർക്കൊക്കെ കൊടുത്തു. ബാക്കി ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇരിക്കുന്നത്. അതാണ് സർക്കാരിൽ നിന്ന് ഇതിനകത്ത് ഇടപെടണമെന്നാണ് പറയാനുള്ളത്. 45 രൂപ വിലയുണ്ടായിരുന്ന 1 കിലോഗ്രാം പാവയ്ക്കയ്ക്ക് ഇപ്പോൾ 15 രൂപയിലേക്ക് താഴ്ന്നു. ഇതോടെ കർഷകർക്ക് മുടക്കുമുതൽ പോലും ലഭിക്കാത്ത അവസ്ഥയിലായി. സർക്കാർ സഹായമുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂന്ന് കർഷകർ പറയുന്നു. എന്നാൽ കൃഷിവകുപ്പ്, VFPCK പോലുള്ള മറ്റ് ഏജൻസികളും ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.